വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് 2 ലേഖനം 3 12 തിരുവചനം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ആദിമ ക്രൈസ്തവരെ പീഡിപ്പിച്ച വ്യക്തിയാണ് പൗലോസ്. അതേ പൗലോസ് ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞപ്പോൾ അവനും പീഡിപ്പിക്കപ്പെട്ടു. പല പ്രാവശ്യം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. പല പ്രാവശ്യം കപ്പലിൽ നിന്നും കടലിലേക്ക് എറിയപ്പെട്ടു. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. പല തകർച്ചകളിൽ കടന്നു വരും, പല ആക്ഷേപങ്ങൾ കേൾക്കും, പലരാലും ഒറ്റപ്പെടും. സമൂഹത്തിൽ ക്രിസ്ത്യാനി എന്ന പേരിൽ ചിലപ്പോൾ തിരസ്കരിക്കപ്പെട്ടെന്ന് വരാം. കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്ത്യാനിയായി ജീവിക്കണമോ, വിശുദ്ധരായി ജീവിക്കണമോ, നമ്മൾക്ക് സഹനങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. അവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മളെ വിളിച്ച ക്രിസ്തു വിശ്വസ്തനായിരിക്കുന്നത് പോലെ നമ്മളും വിശ്വസ്തരായിരുന്നാൽ ആ വിശ്വസ്തർക്ക് വേണ്ടിയുള്ള കിരീടം നമുക്ക് ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിന്നിൽ ആശ്രയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.